ഹേ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മളെ വില്ലേജസിനുള്ള ഫുഡൊക്കെ ഒപ്പിച്ചണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ട്രീസ് ഉണ്ട്. ട്രീസിന് കാണുന്ന ഈ ഓക്കനുള്ള ഇപ്പോൾ നമ്മുടെ അടുത്തില്ല. ഓക്കും ബ്രിഡ്ജും ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് അതൊന്നും പോരായിട്ട് ഇനിയും കുറച്ചുകൂടി വേണം. പിന്നെ നമ്മൾ അപ്പുറത്ത് കുറച്ച് സാൻഡ് എടുത്താണ്ട് സ്മെൽറ്റ് ചെയ്താണ്ട് ഇതുണ്ടാക്കിയാണ് ഗ്ലാസ്. മറ്റാ വില്ലേജസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ വില്ലേജസിനെ കൊണ്ടുവരണം. ലീഡിനില്ലതായിട്ട് നമുക്ക് 4 ലീഡ് പോരെ ഒരു ഇതുണ്ടാക്കാൻ, ലീസ് ഉണ്ടാക്കാൻ. അങ്ങനെ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഒരു വില്ലേജറിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഈ ഒന്നിനെ ഇവിടെ കൊണ്ടുപോകണം. അത് നല്ലോണം കഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മുടെ 2 ലീഡ് ഉണ്ട്. പിന്നെ ഇൻവെൻട്രിയിൽ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു അറിയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ട ഒരു സ്പൈഡറിൻ്റെ തോണിയുണ്ട്. അത് 2 ദിവസം നാളെ മതി. അല്ല, നാളെ പോരല്ലോ, 5 എണ്ണം വേണം ഒരു ലീസ്, 2 ലീസിന്. അയ്യോ, അപ്പോൾ ഇനി വേണം. എന്തായാലും നമ്മൾ വേറൊരു പൂച്ചേനെ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനെ കൊന്നപ്പോൾ നമുക്ക് ഒന്നുകൂടി കിട്ടി. അപ്പോൾ 5 എണ്ണം ഇഞ്ചി ലീസ് ഉണ്ടാക്കിയാണ്ട് ഓനെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ റിസ്ക് ചെയ്തോ അഞ്ഞു പോക്കൊന്നും നടക്കില്ല. ലീസ് ഉണ്ടായാലും ഇനി ഓനോട് കൊണ്ടുപോകാം. ഒരു വില്ലേജ് ബ്രീഡറും സെറ്റാക്കണം നമുക്ക്. ഇവിടെ ആദ്യം കൊടുക്കുന്നത് ഇവിടെ ഉണ്ടോന് ഇബനുണ്ട് കയറ്റാം. ഓനെ ആ വള്ളത്തിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതൊക്കണം. ഇതൊക്കെ സീപ്പ് ഇവരുണ്ടല്ലോ. അറിഞ്ഞതോടെ പോലാറും ഇവന്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ബെഡ് കൂടി ഒപ്പിച്ചിന് ആ വില്ലേജിൽ തന്നെ. നമുക്ക് ഇനി ബ്രീഡർ ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രീഡർ ഇങ്ങനെ ആദ്യം 6 ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 3 ബെഡ് ഈച്ചാക്കണം. ഒന്നിവിടെ, ഒന്നിവിടെ, പിന്നൊന്നിവിടെ. ഞാൻ അടിയിലത്തെ ഈ ബ്ലോക്കുകളൊക്കെ പൊട്ടിച്ചാൽ ശേഷം ഞാൻ അവിടെ 3 ബെഡ് വെക്കണം. ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബിൽ കണ്ട എന്താണ് ബ്രീഡറാണ്. ഇനി ഇവിടുന്ന് 9 ബ്ലോക്ക് കുഴിച്ച് ഇവിടെ ആദ്യം ഇത് വെക്കണം. ഈ സാധനം കമ്പോസ്റ്റർ. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് 3 ബ്ലോക്ക് മാറ്റണം. മൊത്തത്തിൽ 9 ബ്ലോക്ക്. നമ്മളിപ്പോൾ ഓരോ കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഒന്നുമില്ല, ഇനി ഒരു ബ്ലോക്ക് കൂടി ഡീപ്പാക്കണം അടിയിൽ. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അവിടെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ അല്ല സംഭവം ഇങ്ങനെ ഉണ്ടാവും. ഒന്നുകൂടി കൊണ്ടുപോകണം. ഇനി വെക്കാം. ഇനി ഒരു പിന്നെ സ്ലാബ് വേണം. സ്ലാബ് എടുക്കണം. 2 സ്ലാബ് വെക്കണം. കിടക്കാൻ ടൈമായി. അതിന് ശേഷം ക്രീപ്പർ വല്ലതും ഉണ്ടോ? നേരത്തെ ബാക്കിലൊന്ന് പൊട്ടിത്തെറിച്ച് സീനായിരുന്നു. ഇനി ഇവിടെ 2 സ്ലാബ് വെക്കുക. അതിനുശേഷം ട്രാപ്പ് ഡോർ എടുക്കണം. ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ ഇതേപോലെ 4 എണ്ണം വെക്കണം. ലിറ്റോറും അടിയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ. ഇവിടെ 1, അതിനുശേഷം ഇവിടെ 1, ഇവിടെ ഒന്നുകൂടി വെക്കാൻ പറ്റില്ല. സെറ്റ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം ഈ ബ്ലോക്ക് കൂടിയാണ് പൊട്ടിച്ചേറ്റ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് 3 ബ്ലോക്കോ 4 ബ്ലോക്ക് എടുക്കാം. നമ്മൾ എന്തായാലും 3 ബ്ലോക്ക് എടുക്കണം. അതിനുശേഷം ഇതിപ്പോൾ ഇങ്ങനെ ആയി. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും. എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ലവ് പാർട്ടിക്കിൾസൊക്കെ മറ്റേ ഇവിടെ വരുന്നുണ്ട്. ശേഷം ഇവിടെ ഇങ്ങനെ ഡേട്ട് അടിച്ചതിന് ശേഷം ഒന്നുകൂടി
ഇങ്ങാണ്ടോ. അപ്പോൾ രണ്ടാൾ വേറെ വേറെ പോയിട്ടില്ല. എന്നിട്ടും കണ്ടോ കാട്ടിക്കൂട്ടണം. എന്തായാലും അതവിടെ ഇങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ബ്രീഡാവും ഇനി ഒന്നുകൂടി ഒരു ഇതുകൂടി പൊന്തിച്ചണം, ഒന്നുകൂടി വെക്കണം. ഏകദേശം 3 ഗ്ലാസ്, 4 ഗ്ലാസ് സ്റ്റോർ. 1 2 3 4. ഇനി ഇത് പൊട്ടിച്ചാളണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വില്ലേജ്, 2 വില്ലേജസിനെ കൊണ്ട്, ആ 2 വില്ലേജസിനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. പിന്നെ ഇവിടെ വലുതാക്കും വേണം. ഇവിടെ ഒരു ഡേറ്റ് വെക്കാം. അതിങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് 2 വില്ലേജസിനെ കൊണ്ടുവരണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിവിടെ വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് എടുക്കും. ഒരു ബക്കറ്റിട്ട് വെള്ളം ഒഴിച്ചണം. എന്നിട്ട് ആ ഒരു മൂലൊക്കെ ഒഴിച്ചണം. ഇവിടുന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുക്കണം. എന്നിട്ട് ഈ മൂലൊക്കെ. അപ്പോൾ കറക്റ്റ് ഇനി എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഇനി ഇത് പൊട്ടിച്ച് കളയാം. ഇത് ഒരു ബോക്സ് ഉണ്ടാക്കണം. 3x3 ഒരു ബോക്സ്. 3x3 എന്തായാലും ഇപ്പോൾ വില്ലേജ് ബേബീസ് ബ്രീഡായാലും ഒക്കെ ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നിട്ട് ഇതിന് കുറച്ച് ഇങ്ങോട്ടാക്കി അവിടെ ഇനി ഇതിപ്പോൾ പകുതി മുക്കാൽ പണി കഴിഞ്ഞിരിക്കണ്. ഇനി ഇവരെ അങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് ഒരു റിസ്ക് പിടിച്ച പരിപാടി. പിന്നെ ഗ്ലാസ് വെക്കണം ഇവിടെയൊക്കെ. ഇതിൻ്റെ ചുറ്റോറും ബ്രീഡാവും ഇനിയിപ്പോൾ. ബ്രീഡായി ബേബി വില്ലേജർ ബ്രീഡ് 1 അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാ ബെഡായിട്ട് ലിങ്കായിട്ടാണ് ഇവരിപ്പോൾ ബ്രീഡ് ആയിക്കണത്. ഇനി എന്താ ഇവിടെയൊക്കെ ഗ്ലാസ് വെക്കണം ഇതിൻ്റെ ചുറ്റോറം. അല്ലെങ്കിൽ മോപ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിറങ്ങിയാണ്ട് എല്ലാത്തിനെയും സോംബിയാക്കും. അപ്പോൾ അതിന് മുമ്പ് ഇവരിലെ ഓരോരുത്തരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരട്ടെ. എന്തായാലും പിന്നീട് തന്നെ ഇങ്ങോട്ട് വന്നാണ്ട് ഇവിടെ നിൽക്കും. അപ്പോൾ നടുവൊക്കെ വരും. നടുവൊക്കെ വന്നതിന് ശേഷം നമ്മളിത് പൊട്ടിച്ചാണ്ട് ഇടിയിൽ ഇറങ്ങണം. എല്ലാതൊന്നും പൊട്ടിച്ചണ്ട, ഇത്ര പൊട്ടിച്ചാൽ എന്നിട്ട് അടിയിൽ ചാടുക. എന്നിട്ട് കുറച്ച് ഇതെടുത്തിട്ട് കുറച്ചുകൂടി നീക്കണം. എന്നിട്ട് പൊടി ഉണ്ടാക്കണം. കാരണം ഒരു ചാടി പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അതിന് ശേഷം അവിടെ 2 ബ്ലോക്ക് പറയാൻ പറ്റില്ല. എങ്ങോട്ടൊക്കെ പോകാൻ എന്തായാലും പൊട്ടിച്ചു കൊടുത്താൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചാടി. ഇതേപോലെ ഇനി ആ പൊട്ടനെയും കൂടി കൊണ്ടുവരണം. ഇതെന്തായാലും നമ്മൾ ആ വില്ലേജ് ബ്രീഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഓരോ കൊണ്ടുവന്നാണ്ട് 2 സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു കൃഷിയും സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കിയാണ്ട് നമുക്ക് ആ ഷുഗർ കെയിൻ കൂടി നടണം. പേപ്പറിനുള്ളതാവും. അതിനൊക്കെ കരുതി വെക്കുക. ഷുഗർ കെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷുഗർ കെയിൻ ഫാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുഗർ കെയിൻ തന്നെ ആദ്യം വേണം. അപ്പോൾ അതിൽ കുറച്ച് അവിടെ നടക്കണം. കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ സ്പോൺ ആയിക്കണം. ഇതുവരെ സ്പോൺ ആവാതെ ഇപ്പോൾ സ്പോൺ ആയിക്കണത്. ആവശ്യമില്ല സമയത്തൊന്നും ഇപ്പോൾ വന്നില്ല. അതുകൊണ്ട് തന്നെ കൊല്ലാത്ത പോയി. പിന്നെ അവിടെ ആരോ കാത്തുണ്ടായിരുന്നു. ബലിയും തട്ട അടിച്ച ബലി ലെതർ ഡ്രോപ്പ് ചെയ്ത് 2 ഒരാൾ എന്നിട്ട് പാതിന്. ഓക്കെ അതുകൊണ്ട് 2 ലെതർ നമ്മളിതൊക്കെ ഇവിടെ ഫുള്ള് കൃഷി ചെയ്ത് ഇത്ര ആയിരുന്നു. ഇനി കുറച്ചുകൂടി നടണം, ഫുള്ളാക്കണം. നമ്മുടെ താകത്രേ ഉള്ളൂ. കൃഷി 2 കൃഷി സെറ്റായി പോകും.
വർക്കിംഗ് ആണ്. പക്ഷേ 6 ബെഡുകൾ വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മളിങ്ങോട്ട് കുറച്ച് പോന്നപ്പോൾ ഇവിടെ ടെറാക്കോട്ടൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ടെറാക്കോട്ട സ്പോണാവുന്നില്ല അറിയില്ല. എന്തായാലും ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഡാർക്ക് ഓക്കും കണ്ടുപിടിച്ചത്. ഈ ഡാർക്ക് ഓക്കിൻ്റെ സാപ്ലിങ് നമുക്ക് വേണം. ഇതൊക്കെ ഉപകാരപ്പെടും. നല്ലൊരു ഇതാണൊരിത്. ഇതിൻ്റെ സാപ്ലിങ് നമുക്ക് എടുക്കണം. അവിടെ നിന്ന് എന്തായാലും കുറച്ചുകൂടി ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 1500 ബ്ലോക്ക് ദൂരം വന്നപ്പോൾ കുറച്ചുകൂടി എത്തിയപ്പോൾ ഇവിടെ ഒരു വില്ലേജ് കൂടി നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് നമ്മളെ പഴയ വില്ലേജിൽ ഫസ്റ്റ് കണ്ടുപിടിച്ച വില്ലേജിൽ ഇതില്ല. എന്തിനാ മറ്റേ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല, ഹേബിയലൊന്നുമില്ല. ഇവിടേക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മൈനായിട്ട് ആദ്യം നമുക്ക് ഇവനോട് തല്ലിക്കില്ല. എന്നിട്ട് മൈനല്ല ലൂട്ട് ചെയ്യണം. ഇവനോട് അച്ചൊന്നില്ല ശേഷം ഇവിടെ മൊത്തം ലൂട്ട് ചെയ്യണം. കുറേയൊക്കെ ലൂട്ട് ചെയ്തിരിക്കണം. ആദ്യം ഇവിടെ കയറിയിരിക്കണേ കുറച്ചുകൂടി ലൂട്ട് ചെയ്യണം. പിന്നെ അവിടെയൊക്കെ ലൂട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ തക്കണം ഇവിടെ ഈ ചെറിൻ്റെ മരം അതിൻ്റെ സാപ്ലിങ് നമുക്ക് വേണം. അപ്പോൾ അത് കൊടുക്കുക. നമ്മൾ അവിടുന്ന് കൊണ്ട് കുറച്ച് പോന്നു. പിന്നെ 2000 ബ്ലോക്ക് ദൂരം വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റോയിൻ്റെ ബോട്ടിൽ ഇതിലെന്തൊക്കെയുണ്ട്. നമുക്കിതൊന്നും വേണമെന്നില്ല, എന്നാലും ഒക്കെ കച്ചി പിടിച്ചണം. അതിനാദ്യം നമ്മുടെ അടുത്തുള്ളതൊക്കെ ഈ ബണ്ടിലാക്കണം. അതൊക്കെ കഴിഞ്ഞ വില്ലേജത്തെ ആദ്യം പോയ വില്ലേജിൽ നിന്ന് കിട്ടിയ ബണ്ടിലാളൊക്കെ കേട്ടോ. വില്ലേജ് ഇനി ഇതൊക്കെ ബണ്ടിലാക്കിയതിന് ശേഷം ഈ ക്യാക്സും ഇതൊക്കെ ഹോക്ക് എടുക്കുക, എടുക്കണം. നമ്മളെന്തായാലും ഈ അയണിക്കുളത്തിനും കൂടി കൊല്ലുന്നുണ്ട്. അവിടെ കണ്ട ഹേബിയലും നമ്മളെടുത്തു പോകുന്നു. ഇനി ബാക്കിലോട്ട് എടുക്കണം. നമ്മൾ പിന്നെ തിരിച്ചെത്തിങ്ങനെ അവിടെ എല്ലാ ഹേബിയലും കൂടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കുറച്ചുകൂടി 2-3 വീടും കൂടി കയറിയാണ്ട് പെട്ടെന്ന് പോകുന്നു. എന്നിട്ട് പല ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ തുടങ്ങി. നമുക്ക് പെട്ടെന്ന് ഒരു അയൺ ഫാം ഉണ്ടാക്കണം. എന്നിട്ട് നേരത്തേക്ക് പോകണം. കുറേ പരിപാടിയുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായി ബ്രീഡാവണൊക്കെ ഉണ്ട്. എത്രണ്ണം ബ്രീഡാവുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഈ ബെഡിനനുസരിച്ചുള്ള ബ്രീഡാവുണ്ടാവുക അറിയില്ല. 6 ബെഡുള്ളൂ ഗൈസ്. എന്തായാലും നമ്മളവിടെ ബെഡ് വെച്ചതിനനുസരിച്ചുള്ള ബ്രീഡാവണത്. ഇൻഫിനിറ്റി ബ്രീഡാവണില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ ബെഡ് വെച്ചാണ്ട് കുറേ വില്ലേജസിനെ ഇപ്പോൾ ബ്രീഡാക്കിയിരിക്കണം. ഇതേപോലെ ഇനിയും കുറേ ബെഡ് വെക്കണം. ഇവിടെ ഒരു 10-30 ബെഡ് ഇവിടെ വെക്കണം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.